എന്തുകൊണ്ടാണ് ചില കുട്ടികളുടെ ബിഹേവിയേഴ്സ് മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായിരിക്കുന്നത്? ബിഹേവിയറൽ തെറാപ്പിയിലൂടെ അവരിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുവാൻ സാധിക്കുമോ എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എന്താണ് ബിഹേവിയറൽ തെറാപ്പി? എന്തുകൊണ്ടാണ് ബിഹേവിയറൽ തെറാപ്പി ഇമ്പാക്റ്റ്ഫുൾ ആയിരിക്കുന്നത് എന്ന് പറയുന്നതിന് മുമ്പ് എന്താണ് ബിഹേവിയേഴ്സ്, എന്താണ് ബിഹേവിയറൽ ഇഷ്യൂസ് എന്ന് മനസ്സിലാക്കാം. ബിഹേവിയർ എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ ചുറ്റുപാടിനോട്, ആളുകളോട്, സിറ്റുവേഷൻസിനോട് റിയാക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ റെസ്പോണ്ട് ചെയ്യുന്നത് ഒബ്സർവബിൾ ആയിട്ടുള്ള ആക്ഷൻസിലൂടെ ആകുമ്പോൾ അതിനെയാണ് ബിഹേവിയേഴ്സ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ടോക്കിംഗ്, വാക്കിംഗ്, പ്ലേയിങ് or even express emotions like happiness or anger are also behaviors. എന്താണ് ബിഹേവിയറൽ ഇഷ്യൂസ്? ഡെയിലി ലൈഫിനെ അഫക്റ്റ് ചെയ്യുന്ന ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ബിഹേവിയേഴ്സ് ഓർ ഹാംഫുൾ ആയിട്ടുള്ള പാറ്റേൺസ് ഓഫ് ആക്ഷൻസിനെയാണ് ബിഹേവിയറൽ ഇഷ്യൂസ് എന്ന് പറയുന്നത്. ലൈക്ക് അഗ്രഷൻ, ആങ്സൈറ്റി, ട്രബിൾ ഫോക്കസിങ് എക്സെട്ര. ഫോർ എക്സാമ്പിൾ, ഒരു കുട്ടി പ്ലീസ് എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് ബിഹേവിയർ ആണ്. ഒരു കാര്യം ചെയ്യരുതെന്ന് പറയുമ്പോൾ ദേഷ്യപ്പെടുന്നത് ഒരു ചാലഞ്ചിങ് ബിഹേവിയർ ആകാം. ഇങ്ങനെയുള്ള ബിഹേവിയേഴ്സ് ഉണ്ടാകുന്നതിന് എന്തെങ്കിലും സ്ട്രെസ്സോ, മെന്റൽ ഹെൽത്ത് ചാലഞ്ചസ് ഓർ എനി അതർ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ലൈക്ക് ഫാമിലി, സ്കൂൾ എൻവയോൺമെന്റ്സോ കാരണമാകാം. ഇത്തരത്തിലുള്ള ബിഹേവിയറൽ പാറ്റേൺസിനെ ഐഡന്റിഫൈ ചെയ്യാനും അൺഡിസൈഡ് ആയിട്ടുള്ള ബിഹേവിയേഴ്സ് ഇല്ലാതാക്കി ഡിസൈഡ് ആയിട്ടുള്ള ബിഹേവിയേഴ്സിനെ റീഇൻഫോഴ്സ് ചെയ്യാനും ബിഹേവിയറൽ തെറാപ്പി ഹെൽപ്പ് ചെയ്യുന്നു. എന്താണ് ബിഹേവിയറൽ തെറാപ്പി? എങ്ങനെയാണ്, ആർക്കൊക്കെയാണ് ബിഹേവിയറൽ തെറാപ്പി ഹെൽപ്ഫുൾ ആകുന്നത് എന്ന് അടുത്ത വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.